ഒരു പെട്രോൾ പമ്പ് പ്രവർത്തിക്കാൻ വേണ്ട പ്രധാന മാനദണ്ഡങ്ങളിലൊന്ന് അവിടെ ശുചിമുറി വേണമെന്നുള്ളതാണ്. എന്നാൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള പെട്രോൾ പമ്പുകളിൽ ശുചിമുറിയില്ല. ശുചിമുറി ഉള്ളിടത്ത് വെള്ളവുമില്ല. KSRTCയുടെയും സിവിൽ സപ്ലൈസിന്റെയും പെട്രോൾ പമ്പുകളിൽ മാതൃഭൂമി ന്യൂസ് കണ്ടത് അതാണ്. പലയിടങ്ങളിലെയും പെട്രോൾ പമ്പുകളുടെ ശോചനീയാവസ്ഥയെക്കുറിച്ച് വലിയ രീതിയിലുള്ള പരാതികളാണ് ഉയരുന്നത്. നമുക്ക് തിരുവനന്തപുരം നഗരത്തിലെ കുറച്ച് പെട്രോൾ പമ്പുകളുടെ അവസ്ഥയെക്കുറിച്ചൊന്ന് പരിശോധിക്കാം. സംസ്ഥാന സർക്കാരിൻ്റെ സിവിൽ സപ്ലൈസിന് കീഴിലുള്ള മാനവീയത്തിന് സമീപത്തുള്ള പെട്രോൾ പമ്പിൻ്റെ അവസ്ഥയാണിത്. പേരിന് പോലും വെള്ളമില്ല. ഈ കാണുന്ന ബോർഡ് മാത്രമാണ് ഇവിടെയുള്ളത്. മുന്നോട്ട് കയറി ബാത്റൂമിലേക്കൊന്ന് പോകാമെന്ന് വെച്ചാൽ അവിടെയും ഇതാണ് അവസ്ഥ. പൂട്ടിട്ടേക്കുന്നു. ഒരു ദിവസം 1000-ലധികം ലിറ്റർ പെട്രോൾ വിറ്റുപോകുന്ന KSRTCയുടെ ഈസ്റ്റ് ഹോട്ടലിലെ പെട്രോൾ പമ്പാണിത്. നിർമ്മാണം പൂർത്തിയായി 2 വർഷം കഴിഞ്ഞു. ഇതുവരെയും ഇവിടെ ഒരു ബാത്റൂം പോലുമില്ല. ബാത്റൂമിനായി മാറ്റിയിട്ടിരിക്കുന്ന സ്ഥലമാണ് തൊട്ടുപിന്നിലായി ഈ കാണുന്നത്. ബാത്റൂമില്ല, ഇവിടെ കിട്ടിയിട്ടില്ല. കുടിക്കാൻ വെള്ളം വെച്ചിരുന്നത് അതിനാ ക്ലോസ് ചെയ്ത്, അത് ക്ലോസ് ചെയ്ത് അയാൾ വെള്ളം വെളിയിൽ കൊടുക്കില്ല. അപ്പോൾ കുടിക്കാൻ പോലും വെള്ളമില്ല. കുടിക്കാൻ പോലും വെള്ളമില്ല. ആ സ്ഥിതിയാണ് ഇവിടെ. എല്ലാ പെട്രോൾ പമ്പുകളിലെയും സാഹചര്യം മോശമാണെന്നല്ല നമ്മൾ പറയുന്നത്. ചിലയിടത്ത് വെള്ളമില്ല. വെള്ളമുള്ള സ്ഥലത്ത് ബാത്റൂം അടച്ചിട്ട നിലയിലും മറ്റു ചിലയിടത്ത് ബാത്റൂം പോലുമില്ല. പിന്നെ എങ്ങനെയാണ് ഇവയ്ക്ക് തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതി ലഭിച്ചത്? സജികുമാറിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.